ശാരീരികമായ വേദനകളെ നിങ്ങൾക്ക് ഭയമാണോ? ആ വേദനയിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അതിലൂടെ ആനന്ദത്തിൻ്റെ അമൃത് കണ്ടെത്താൻ കഴിഞ്ഞാലോ? വിജ്ഞാൻ ഭൈരവതന്ത്രയിലെ 21ാമത്തെ വിദ്യ നിങ്ങളെ ക്ഷണിക്കുന്നത് വേദനയുടെ വാതിലിലൂടെ പരമാനന്ദത്തിലേക്ക് പ്രവേശിക്കാനാണ്. അമൃതമയമായ നിങ്ങളുടെ ശരീരത്തിൽ ഒരു സൂചിമുന കൊണ്ട് കുത്തുക. ആ വേദനയുള്ള ഭാഗത്തേക്ക് മാത്രം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. ബാക്കി ശരീരത്തെ മുഴുവൻ മറക്കുക. അപ്പോൾ ഒരു അത്ഭുതം അവിടെ സംഭവിക്കും. നിങ്ങളുടെ വേദന സങ്കോചിച്ച് ഒടുവിൽ ഒരു ചെറിയ ബിന്ദു മാത്രമായി ചുരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ആ ബിന്ദുവിൽ മാത്രം നിങ്ങളുടെ അന്തർദൃഷ്ടി ഉറപ്പിച്ചു നിർത്തുക. പെട്ടെന്ന് വേദന അവിടെ അപ്രത്യക്ഷമാകും. ആ വേദനയ്ക്ക് പകരം നിങ്ങളിൽ വലിയൊരു ആനന്ദം നിറഞ്ഞു വരും. കാരണം നിങ്ങളും ശരീരവും രണ്ടാണെന്ന ആ വലിയ ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ വേദന അനുഭവിക്കുന്നവനല്ല, മറിച്ച് അതിനെ നോക്കിക്കാണുന്ന വെറുമൊരു നിരീക്ഷകൻ മാത്രമായി മാറും. ശരീരമെന്ന ഭാരത്തിൽ നിന്ന് മോചിതനായി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതിയ ലോകത്തേക്ക്. നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ഈ വിശുദ്ധ സന്നിധിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വിജ്ഞാൻ ഭൈരവതന്ത്രയിലെ 21ാമത്തെ വിദ്യയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു വിദ്യയല്ല, മറിച്ച് വേദനയെ ആനന്ദമാക്കി മാറ്റുന്ന ഒരു ആത്മീയ രസതന്ത്രമാണ്. ശിവൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ ഒരു വേദനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന്. സാധാരണയായി നമ്മൾ വേദനയെ ഭയപ്പെടുന്നവരും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ ഈ വിദ്യ പറയുകയാണ്, വേദനയുടെ വാതിലിലൂടെ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാമെന്ന്. സ്നേഹമുള്ളവരെ, ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഈ ശരീരം എന്നത് വെറും ഒരു മാംസപിണ്ഡമല്ല, മറിച്ച് അമൃതമയമായതും പവിത്രമായതുമായ ഒന്നാണെന്നുള്ളതാണ്. അമൃതെന്നത് നമുക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശുദ്ധബോധമാണ്. ഈ ശരീരം എന്നത് ആ ബോധം വസിക്കുന്ന ഒരു മനോഹരമായ ആലയവുമാണ്. എന്നാൽ നാം പലപ്പോഴും ഈ ആലയത്തെ ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ തെറ്റിദ്ധാരണയിൽ നിന്നുമാണ് വേദനയുടെ ജനനമുണ്ടായത്. നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്തുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സൂചിമുന കൊണ്ട് ഒരു കുത്തുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം. എന്നാൽ ഇതിലൂടെ ശിവൻ വെളിപ്പെടുത്തുന്നത് വലിയൊരു രഹസ്യമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ കുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ, അതായത് നമ്മുടെ ബോധം കുത്തിത്തുളയ്ക്കപ്പെടുന്നില്ല. സത്യത്തിൽ ഇവിടെ ശരീരത്തെ മാത്രമാണ് തുളയ്ക്കപ്പെടുന്നത്. ഞാൻ ശരീരമാണ് എന്ന താദാത്മ്യം കാരണം നമ്മളെയാണ് കുത്തിനോവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇവിടെ. നമുക്ക് വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ ശരീരം നോവിക്കപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് ശരീരത്തിന് സംഭവിക്കുന്നത് എനിക്കാണ് സംഭവിക്കുന്നതെന്ന് നാം കരുതുന്നത് കൊണ്ടാണ്. ശരീരം മാത്രമാണ് നോവിക്കപ്പെടുന്നത്, നമ്മൾ നോവിക്കപ്പെടുന്നില്ല എന്ന സത്യത്തെക്കുറിച്ച് നമുക്ക് ബോധവാനാകാൻ കഴിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. വേദനയ്ക്ക് പകരം നമുക്ക് ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങും. ഈ വിദ്യ പരിശീലിക്കാൻ എപ്പോഴും ഒരു സൂചി വേണമെന്നില്ല കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെറിയ നോവുകൾ, മുറിവുകൾ, അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുന്നുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളെ നമുക്ക് ഈ ധ്യാനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. വേദനയുള്ള ആ ഭാഗത്തേക്ക് സൂക്ഷ്മമായി കടന്നു ചെല്ലുക. ആ വേദനയെ അനുഭവിക്കുന്നതിന് പകരം അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുക. ആ നിരീക്ഷണമാണ് നമ്മെ ആന്തരിക ശുദ്ധിയിലേക്ക് നയിക്കുന്നത്. നമ്മളിവിടെ ഈ അടിസ്ഥാനപരമായ അറിവ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഞാൻ ശരീരമല്ല, മറിച്ച് ഇതിനുള്ളിലെ അമൃതമയമായ ബോധമാണെന്നുള്ളത്. ഈ തിരിച്ചറിവാണ് വേദനയെ നിശബ്ദമാക്കാനുള്ള ആദ്യത്തെ താക്കോൽ. നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞത് നമ്മൾ ഈ ശരീരമല്ല, മറിച്ച് ശരീരത്തിലെ വേദനയെ ദർശിക്കുന്ന അമൃതമയമായ ബോധമാണെന്നാണ്. ശരി, നമുക്ക് ഇതിൻ്റെ പ്രായോഗിക വശത്തേക്ക് കടക്കാമിനി. വേദനയെ എങ്ങനെയാണ് ഒരു ധ്യാനമായി മാറ്റുന്നതെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ കാലിലോ കയ്യിലോ ഒരു വേദനയുണ്ടെന്ന് കരുതിയാൽ സാധാരണയായി നാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? എൻ്റെ കാൽ മുഴുവൻ വേദനിക്കുന്നു എന്ന് നാം പരാതിപ്പെടും. ഇവിടെയാണ് നമ്മളൊക്കെ സത്യത്തിൽ പരാജയപ്പെടുന്നത്. വേദനയെ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ കാണുമ്പോൾ അത് നമ്മെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വിദ്യ പറയുന്നത് വേദനയുള്ള ആ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കി ശരീരത്തെ മുഴുവൻ മറക്കുകയും ചെയ്യുക എന്നാണ്. നമ്മുടെ ശ്രദ്ധ ഒരു സൂക്ഷ്മദർശിനി പോലെയാണ്. വേദനയുള്ള ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു അസാധാരണമായ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ആ വേദനയുടെ ഭാഗം സങ്കോചിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദന നമ്മുടെ കാലിലാണെങ്കിൽ ആദ്യം നമുക്ക് തോന്നിയ കാലിലെ മുഴുവൻ വേദനയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ഏകാഗ്രതയോടെ നോക്കുമ്പോൾ ആ വേദന കാൽമുട്ടിൽ മാത്രമാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കൂടി അപ്പോൾ വ്യക്തമാകും. ആ വേദന മുട്ടിലല്ല, മുട്ടിലെ ഒരു ചെറിയ ബിന്ദുവിൽ മാത്രമാണെന്നുള്ളത്. ഇവിടെ നമ്മൾ ബാക്കി ശരീരത്തെയും മുട്ടിൻ്റെ മറ്റ് പല ഭാഗങ്ങളെയും ബോധപൂർവം മറക്കണം. നമ്മുടെ കണ്ണുകളടച്ച് ആ വേദനയുടെ കേന്ദ്രം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനായി ശ്രദ്ധയെ വീണ്ടും കൂർപ്പിച്ച് കൊണ്ടുവരുമ്പോൾ വേദനയുടെ കേന്ദ്രം ചുരുങ്ങി ചുരുങ്ങി വരുന്നത് നമ്മൾ അറിയും. ആ സ്ഥലത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരും. വേദനയുടെ ആ ഉറവിടം തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് ബോധത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഇവിടെ. വേദനയെ ഒരു വലിയ ശത്രുവായി കാണാതെ അതിനെ ഒരു ചെറിയ ബിന്ദുവിലേക്ക് ഒതുക്കുമ്പോൾ നമ്മൾ അതിന് മുകളിൽ വിജയം നേടാൻ തുടങ്ങും. നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധയുടെ ശക്തിയെക്കുറിച്ചാണ്. ശ്രദ്ധ എവിടെയുണ്ടോ അവിടെ ഊർജവുമുണ്ട്. ആ ഊർജം വേദനയെ ഒരു ബിന്ദുവിലേക്ക് തളച്ചിടാൻ നമ്മെ സഹായിക്കും. വേദനയെ ഒരു വലിയ പ്രദേശത്തു നിന്നും ചുരുക്കി ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ആ ബിന്ദുവിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിരിക്കും. വേദനയുടെ കേന്ദ്രം ചുരുങ്ങി ചുരുങ്ങി ഒരു ബിന്ദു മാത്രമായി മാറുന്ന ആ നിമിഷത്തെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പക്കലാകെ ഉണ്ടാവുക ആ ഒരു ചെറിയ ബിന്ദു മാത്രമായിരിക്കും. നമ്മുടെ ബാക്കി ശരീരമൊക്കെ അവിടെ അദൃശ്യമായിരിക്കും. ഇവിടെ നമ്മുടെ ആന്തരികമായ ദൃഷ്ടിയെ ആ ബിന്ദുവിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കണം. ഒരു ലേസർ രശ്മി പോലെ നമ്മുടെ ശ്രദ്ധ അവിടെ ഉറച്ചു നിൽക്കുമ്പോൾ ഇവിടെയാണ് ആ വിസ്മയം സംഭവിക്കുന്നത്. ആ ബിന്ദുവിൽ മാത്രം നമ്മൾ പൂർണ്ണമായും കേന്ദ്രീകരിക്കുമ്പോൾ പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബിന്ദു അവിടെ അപ്രത്യക്ഷമാകും. സത്യത്തിൽ അത് എവിടെ പോയിരിക്കും? അതെങ്ങനെയാണ് ഇല്ലാതായി തീർന്നത്? നാം വേദനയെ ഒരു വസ്തുവായി നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ വേദനയ്ക്ക് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ആ ബിന്ദു അദൃശ്യമാകുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് അനുഭവപ്പെടും. അതുപോലെ നമ്മിൽ നിന്നും വേദന പോയ ആ നിമിഷത്തിൽ നമ്മൾ ശൂന്യനാകുകയല്ല ചെയ്യുന്നത്. മറിച്ച് വേദനയ്ക്ക് പകരം നമ്മൾ ആനന്ദം കൊണ്ട് നിറഞ്ഞവനായിത്തീരും. വേദനയ്ക്ക് പകരം നമ്മിൽ ആനന്ദം നിറഞ്ഞു വരും.
എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? അതിൻ്റെ കാരണം എന്നത് നമ്മളും നമ്മുടെ ശരീരവും രണ്ടാണ്, അവ ഒന്നല്ല എന്ന സത്യം നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ. വേദനയുമായി നമ്മൾ പുലർത്തിയിരുന്ന ആ പഴയ ബന്ധം ഇവിടെ തകരുകയാണ് ചെയ്യുന്നത്. വേദന അനുഭവിക്കുന്നവനിൽ നിന്നും വേദനയെ നിരീക്ഷിക്കുന്നവനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ആ ബിന്ദുവിനെ ദൃഷ്ടിപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഗ്യാപ്പ് വലുതാകുകയും നമ്മൾ ശരീരത്തിനപ്പുറത്തേക്ക് നീങ്ങുകയും ചെയ്യും. ആ വിട്ടുമാറി നിൽക്കലാണ് ആനന്ദത്തിൻ്റെ ഉറവിടമെന്നത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് വേദന ഒരു ശത്രുവല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിരീക്ഷകനെ ഉണർത്താനുള്ള ഒരു വഴികാട്ടിയാണ് എന്നതാണ്. വേദനയുടെ മുനയിൽ നിന്ന് ആനന്ദത്തിൻ്റെ മധുരം നുകരാൻ നാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. ശാരീരികമായ വേദനയെ ഒരു ബിന്ദുവിലേക്ക് ചുരുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നത് എന്തുകൊണ്ടാണ് ആ ബിന്ദുവിൽ ശ്രദ്ധിക്കുമ്പോൾ വേദന അപ്രത്യക്ഷമാകുന്നതും ഇതിന് പിന്നിലെ ആത്മീയ രസതന്ത്രം എന്താണെന്നുള്ളതുമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നത് താദാത്മ്യമാണ്. എനിക്ക് വേദനിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വേദനയുമായി നമ്മൾ ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. അവിടെ വേദനയും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല. ഈ വിദ്യയിലൂടെ നമ്മൾ ആ താദാത്മ്യത്തെ ഛേദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വേദനയുടെ മുനയെ നിരീക്ഷണ പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അകന്നു മാറി നിൽക്കാൻ നിർബന്ധിതനാകുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ വേദന അനുഭവിക്കുന്നവനല്ല, മറിച്ച് വേദനയെ നിരീക്ഷിക്കുന്നവനാണ്. അനുഭവിക്കലിൽ നിന്ന് നിരീക്ഷിക്കലിലേക്കുള്ള ഈ മാറ്റമാണ് ആ ഗ്യാപ്പ്. നമ്മൾ വേദനയെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മറക്കുകയും പകരം വേദന മറ്റെവിടെയോ ആണ്, ഞാൻ അതിനെ നോക്കിക്കാണുന്നു എന്ന ബോധം നമ്മിൽ ഉദിക്കും. നമ്മൾ ഏകാഗ്രതയോടെ നമ്മുടെ ആന്തരിക ദൃഷ്ടിയെ വേദനയുടെ ബിന്ദുവിൽ ഉറപ്പിക്കുമ്പോൾ ആ വിടവ് കൂടുതൽ കൂടുതൽ വലുതാവുകയും നമ്മളും നമ്മുടെ ശരീരവും രണ്ടാണെന്നും അവ ഒന്നല്ലെന്നുമുള്ള സത്യം നമ്മുടെ അനുഭവമായി മാറുകയാണിവിടെ. ആ ഏകാഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഉള്ളിലേക്ക്, ശരീരത്തിനപ്പുറത്തേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പ് അതിൻ്റെ പരമാവധിയിലെത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി മറക്കും. ആ നിമിഷം നമ്മിൽ ബാക്കിയാകുന്നത് ശുദ്ധമായ ബോധം മാത്രമാണ്. വേദന അപ്രത്യക്ഷമാകുന്നതും ആനന്ദം നിറയുന്നതും ഈ ബോധത്തിൻ്റെ ഉദയം കൊണ്ടാണ്. വേദന അനുഭവിക്കുന്ന ശരീരമല്ല, മറിച്ച് വേദനയെ കാണുന്ന നിരീക്ഷകനാണ് നമ്മുടെ യഥാർത്ഥ കേന്ദ്രം. ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നോവുകളെയും ഒരു നിരീക്ഷകനായി നിന്ന് നേരിട്ടാൽ അവയ്ക്ക് നമ്മെ ഒരിക്കലും തളർത്താൻ കഴിയില്ല. ഓർക്കുക, വിടവ് സൃഷ്ടിക്കുക എന്നതാണ് മുക്തിയുടെ വഴി. വേദനയെ നിരീക്ഷിക്കുന്നതിലൂടെ എങ്ങനെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കാമെന്ന് നമ്മൾ കണ്ടു. ഈ വിദ്യയുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. ഈ സൂത്രം പറയുന്നു, അമൃതമയമായ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സൂചിമുന കൊണ്ട് കുത്തിത്തുളയ്ക്കുക. ആ തുളയ്ക്കപ്പെട്ട സ്ഥാനത്തേക്ക് സൂക്ഷ്മമായി കടന്നു ചെല്ലുകയെന്ന്. എന്തുകൊണ്ടാണ് ശിവൻ ശരീരത്തെ അമൃതമയം എന്ന് വിളിക്കുന്നത്? കാരണം
നമ്മുടെ ശരീരം വെറുമൊരു ഭൗതിക കവചമല്ല. അത് നമ്മളെക്കൊണ്ട്, അതായത് നമ്മുടെ അമൃത സ്വരൂപമായ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു സൂചി കൊണ്ട് ശരീരം തുളയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുളയ്ക്കപ്പെടുന്നത് അമൃതമല്ല, മറിച്ച് കേവലം മണ്ണായ ഈ ശരീരം മാത്രമാണ്. നമ്മളെയാണ് കുത്തിത്തുളയ്ക്കുന്നത് എന്ന തോന്നൽ മാറുന്ന നിമിഷം നമ്മൾ ആ അമൃതത്തെ തൊട്ടറിയുകയാണ്. ഇവിടെ സൂചിമുന തുളച്ച ആ ചെറിയ ബിന്ദുവിലൂടെ സൂക്ഷ്മമായി ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ 21-ാമത്തെ സൂത്രം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു ശാരീരിക മുറിവിലൂടെ ബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിദ്യയാണിത്. നമ്മൾ ആ കുത്തേറ്റ സ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉള്ളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ പഴയ താതാത്മ്യങ്ങൾ അഥവാ ഐഡന്റിഫിക്കേഷൻസ് ഓരോന്നായി കൊഴിഞ്ഞു പോകും. ഈ പ്രക്രിയയാണ് ആന്തരിക ശുദ്ധി എന്നത്. മലിനമായ ചിന്തകളും ശരീരത്തോടുള്ള അമിത മോഹങ്ങളും നീങ്ങി ബോധം സ്ഫടിക തുല്യമായി മാറുന്ന നിമിഷമാണിത്. നമ്മൾ ഈ ശരീരമല്ല എന്ന് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിന് മാറ്റം സംഭവിക്കും. ഇതുവരെ നമ്മുടെ കേന്ദ്രം ഈ ശരീരമായിരുന്നു. ഈ ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും വേദനയും മാത്രമായിരുന്നു നമ്മുടെ ലോകം. എന്നാൽ ഈ വിദ്യയുടെ പരിശീലനത്തോടെ കേന്ദ്രം ശരീരത്തിൽ നിന്ന് ബോധത്തിലേക്ക് മാറുകയും നമ്മളിപ്പോൾ ഒരു ശരീരമല്ല, മറിച്ച് ഈ ശരീരത്തെ ഉപയോഗിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രകാശമായി മാറുകയാണിവിടെ. ഈ മാറ്റം സംഭവിക്കുമ്പോൾ വിസ്മയകരമായ മറ്റൊന്നുകൂടി ഇവിടെ സംഭവിക്കും. നമ്മുടെ പഴയ ലോകം അപ്രത്യക്ഷമാകും. ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും പരാതികളുടെയും ആ പഴയ ലോകത്തെ പിന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. കേന്ദ്രം മാറുമ്പോൾ നമ്മളുടെ ദർശനവും മാറും, നമ്മുടെ ലോകം മാറുന്നു. ശരീരത്തിൻ്റെ പരിമിതികളിൽ നിന്ന് നമ്മൾ ബോധത്തിൻ്റെ അനന്തതയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേന്ദ്രം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് എന്നാണ്. ശരീരത്തിൽ നിന്ന് ബോധത്തിലേക്ക് കേന്ദ്രം മാറുമ്പോൾ നമ്മൾ അമരത്വത്തിലേക്ക് ചുവടുവെക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ള ആത്മസാധകരെ, നമ്മുടെ ഇന്നത്തെ ആന്തരിക യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. വേദനയുടെ ഒരു സൂചിമുനയിലൂടെ നാം തുടങ്ങിയ യാത്ര ബോധത്തിൻ്റെ അനന്തമായ ആകാശത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ഈ ശരീരമല്ല എന്ന് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലോകം മുഴുവൻ അപ്രത്യക്ഷമാകും. ഇവിടെ ശരീരം മാത്രമാണ് തുളയ്ക്കപ്പെടുന്നത്, നമ്മൾ നോവിക്കപ്പെടുന്നില്ല എന്ന ആ മഹാസത്യം നമ്മുടെ അനുഭവമായി മാറുമ്പോൾ ഇതുവരെ നമ്മൾ ചുമലിൽ വഹിച്ചുകൊണ്ട് നടന്ന ഭാരങ്ങളെല്ലാം ഇല്ലാതാകും. പഴയ ചിന്തകളുടെയും വ്യാകുലതകളുടെയും ആ ലോകത്തെ പിന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. കേന്ദ്രത്തിന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അത് ശരീരത്തിലല്ല, മറിച്ച് ബോധത്തിലാണ്. കേന്ദ്രം മാറുമ്പോൾ നമ്മളുടെ ചുറ്റും മറ്റൊരു പുതിയ ലോകം ഉദയം കൊള്ളുന്നത് നമുക്ക് കാണാം. അത് ആത്മാവിന് ചുറ്റുമുള്ളതായ മറ്റൊരു ലോകമാണ്. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും നിഷ്കളങ്കതയുടെയും ലോകം. നമ്മൾ വേദനയെ നിരീക്ഷിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കാനും പഠിക്കുകയാണ്. കാരണം സ്വന്തം വേദനയെ സാക്ഷിയായി കാണുന്നവന് മാത്രമേ മറ്റുള്ളവരുടെ വേദനയെയും കരുണയോടെ ദർശിക്കാൻ കഴിയൂ. നമ്മുടെ ഉള്ളിലെ ആ നിഷ്കളങ്കത ഉണരുന്നതോടെ ഈ ലോകം മുഴുവൻ നന്മ നിറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടും. ഓർക്കുക, ഈ വിദ്യ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പരീക്ഷിക്കാം. ഒരു സൂചിമുന കൊണ്ടുള്ള ചെറിയ നോവ് പോലും നമ്മെ അമൃതത്വത്തിലേക്ക് നയിക്കുന്ന വാതിലായി മാറും. വേദനയുടെ ആ ബിന്ദുവിലേക്ക് കടന്നു ചെല്ലുക, അവിടെ നമ്മെ തന്നെ കണ്ടെത്തുക. വേദനയുടെ മുനയിൽ നിൽക്കുമ്പോൾ നമ്മിൽ നിറയുന്ന ആനന്ദം ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഒന്നല്ല. അത് നമ്മുടെ ബോധത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ഈ വിദ്യയിലൂടെ നേടിയെടുത്ത ആന്തരിക ശുദ്ധി
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും കൂടെ ഉണ്ടാകട്ടെ. ശരീരത്തിൻ്റെ അതിരുകൾക്കപ്പുറം ബോധത്തിൻ്റെ അനന്തതയിൽ നമുക്ക് വിഹരിക്കാം. ഈ ആഴമേറിയ സംവാദത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് നിങ്ങൾ ഓരോരുത്തോടും എനിക്ക് നന്ദിയുണ്ട്. വേദനയെ ആനന്ദമാക്കി മാറ്റാനുള്ള ഈ വിപ്ലവകരമായ യാത്രയിൽ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വലിയ ഊർജമാണ് നൽകിയത്. ദിവ്യബോധം എന്ന ഈ കൂട്ടായ്മ നമ്മെ ഓരോരുത്തരെയും ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലെ ആ സത്യത്തെയും നന്മയെയും വന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വിദ്യ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ആനന്ദത്തിൻ്റെ അമൃതധാര നുകരാം നമുക്ക്. അടുത്ത വിദ്യയുമായി നാം വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നമ്മുടെ ബോധത്തിൻ്റെ ആ പുതിയ ലോകത്തിൽ വിശ്രമിക്കാം നമുക്ക്. സ്നേഹപൂർവം നന്ദി, നമസ്കാരം.